നല്ലത് കേട്ടാലേ നമുക്ക് നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പം ശ്രവണം സർവധർമ്മേഭ്യോ എന്ന് പറയും. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. 7 ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ അത് വെറുതെ കേട്ട് പോകരുത്. ഒരു കഥയെങ്കിലും നമുക്കതിൽ നിന്ന് സാരവത്തായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ അത് മതി നമ്മുടെ ജീവിതത്തിലൊരു മോട്ടിവേഷൻ. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്കതുകൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഭാഗവതം അവിടെയാണ് നിങ്ങൾക്ക് ഭാഗവതമായി മാറുന്നത്. അപ്പം ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ കഥയും കുട്ടികളെ ബോധവൽക്കരിക്കണം. അവരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഭാഗവതത്തെ അവർക്ക് ഉപദേശിക്കണം. ഇപ്പം വരാഹ അവതാരം, ഇന്ന് നിങ്ങളൊക്കെ വരാഹ അവതാരത്തെ കണ്ടു നിങ്ങൾ കണ്ടുവോ? എന്ത് തോന്നി നിങ്ങൾക്ക്? ഒന്നും തോന്നിയില്ല. അവിടെ ഒരു തിരുമേനി പാവം കുറേ ചന്ദനത്തിൽ ചാർത്തൊക്കെ വെച്ച് ഒരു പന്നിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കണു അല്ലേ? അത്രയല്ലേ തോന്നിയുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? അതേ പന്നി നിങ്ങളുടെ വീട്ടിൻ്റെ വളപ്പ് കയറിയാൽ നിങ്ങളുടെ സ്വഭാവം മാറും. അപ്പം പിന്നെ നിങ്ങൾ ഭഗവാനെ ഇന്നലെ കണ്ട അതേ ഭഗവാനാണ് വന്നിരിക്കുന്നത് തോന്നുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പന്നി നിങ്ങളുടെ വീട്ടിൻ്റെ വളപ്പ് കയറിയാൽ നിങ്ങൾക്ക് ഈ ഭക്തി തോന്നുമോ? ഭക്തി തോന്നുമോ? ഇല്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കർഷകർ വെറുക്കുന്നൊരു സാധനമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർഷകർ വെറുക്കുന്ന സാധനമാണ് ഏത്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളിന്ന് ഭഗവാനെ ആ വരാഹ രൂപത്തിൽ തൊഴുമ്പോൾ ഭഗവാൻ എന്താ പറയാ അറിയോ? നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കേരളീയർ വെറുക്കുന്ന ഒരു സാധനമാണ് ഞാൻ. എനിക്ക് വല്ല വിവരമുണ്ട് അതിന്. കാരണം കേരളത്തിലെ കർഷകൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ഇപ്പം പന്നിയെ കൊല്ലണം എന്നൊക്കെ പറയേണ്ട അവർ ഗവൺമെൻറ്റിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? കാരണം അത്രയും പന്നിയുടെ ശല്യം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ കാടിനടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പന്നിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് നല്ലോണം അറിയാം പന്നിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാടിനോട് ചേർത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പന്നി എവിടുന്നൊക്കെ വരും, എത്ര പന്നി വരും, എങ്ങനെ വരും, ഒക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇത് കേവലം ഒരു പന്നിയുടെ കഥയല്ല. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ കഥകളെ നമുക്ക് 2 രീതിയിൽ കൊണ്ടുപോകണം. ഏതൊക്കെയാണ്? 2 രീതിയിൽ. ഇതിനെ പറയും വ്യാവഹാരികം, പാരമാർത്ഥികം എന്ന് പറയും. എന്താണ് വ്യാവഹാരികം, പാരമാർത്ഥികം? എന്താ വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ, ഇതിനെ ഒരു നിത്യജീവിതത്തിലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കണം, അതിനെയാണ് വ്യാവഹാരികം എന്ന് പറയാൻ. എന്താണ് വ്യാവഹാരികം? ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കഥയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കഥയെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം വ്യക്തി ജീവിതത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറയും പാരമാർത്ഥികം. ഒരു ദൈനംദിന ജീവിതത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറയൂ ഒരു ട്രാൻസാക്ഷണൽ, വ്യാവഹാരികം എന്ന് പറയും. അപ്പം വ്യാവഹാരിക തലത്തിലും പറയണം നിങ്ങളെ വാക്ക്, ഇത് നിങ്ങളുടെ തലയിലുണ്ടാവണം. വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും. എല്ലാവരും ഒന്ന് പറയൂ. അത് വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും കഥകളെ നമ്മൾ പ്രയോജനപ്പെടുത്തില്ല. ഇന്നേരം നിങ്ങളുടെ തലയിൽ ഞാൻ കൊള്ളിക്കിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോധമുണ്ടാവണം. കാരണം ലോകത്തിൻ്റെ മുന്നിൽ വെളിച്ചം പകരേണ്ടവരാണ് നമ്മൾ. ഭാരതം എന്ന പേരിന് തന്നെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? ഈ രാജ്യത്തിന് ഭാരതം എന്ന പേരിട്ടിരിക്കുന്നത് ഭ എന്ന അക്ഷരം തന്നെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. സൂര്യന് ഭാ വെച്ചിട്ടുള്ള പേരുകളുണ്ട്. ഏതൊക്കെയാണ്? ഭാസ്കരൻ, ഭാനു എന്നൊക്കെ. ഭാതി സർവശാസ്ത്രേഷു, ഭാതി പ്രകാശിക്കണം. അപ്പം അറിവിൻ്റെ പ്രകാശമാണ് ഇവിടെ കത്തിച്ചു വയ്ക്കുന്നത്. അപ്പം ഈ അറിവിൻ്റെ പ്രകാശത്തിൽ രതിക്കുന്ന, അതിനോട് രതിയുള്ള, രതി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയില്ലേ നമ്മൾ, താല്പര്യം, അതിനോടൊരു രതി ഉണ്ടാവുക, അതിനോടൊരു ഇഷ്ടമുണ്ടാവുക, താല്പര്യമുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ രമിക്കുന്നവരുടെ നാടിൻ്റെ പേരാണ് ഭാരതം എന്നുള്ളത്. അപ്പം ഭാരതം എന്നത് അറിവിൻ്റെ നാടാണ്, വെറും കഥകളുടെ നാടല്ല. അപ്പം കഥയ്ക്കുള്ളിലും ഒരു പ്രകാശത്തെ കണ്ടെത്തണം, അറിവിനെ കണ്ടെത്തണം, വേണ്ടേ? അങ്ങനെ കഥയിലെ ഉള്ളിൽ അറിവിനെ കണ്ടെത്തുമ്പോഴാണ് ഈ കഥയിലുള്ള വ്യാവഹാരിക പ്രയോജനത്തെയും പാരമാർത്ഥിക പ്രയോജനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുക. അപ്പം എന്താണ് ഇതിലെ വ്യാവഹാരികം? ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഭൂമിയെ വരാഹം ഉയർത്തുന്നു. ഇതാണ് ചിത്രം. നിങ്ങളിവിടെ വരാഹ രൂപത്തെ കാണുമ്പോൾ കുട്ടികളോട് പറയണം, ഈ വരാഹം എന്നതിന് ഭഗവാൻ തന്നെ പേരിട്ടിരിക്കുന്നത് യജ്ഞവരാഹം എന്നാണ്. എന്താണ് യജ്ഞവരാഹം? ഭാഗവതത്തിൽ ആവർത്തിക്കും
ഭഗവാൻ യജ്ഞമൂർത്തിയാണ്. യജ്ഞം എന്ന വാക്കിന് അർത്ഥം, പൊതുവേ നമ്മളൊക്കെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിക്കുന്ന ഒരു ചടങ്ങിനെയാണ് പലരും എന്ത് പറയുക, യജ്ഞം എന്ന് പറയും. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യജ്ഞം എന്ന് പറയുന്നത് കേവലം ഒരു കർമ്മത്തെയല്ല. ഭഗവാൻ വിളിക്കുന്ന യജ്ഞം എന്ന് പറയുന്നത് ഗീതയിൽ തന്നെ, ഗീത എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 3-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയും, സഹയജ്ഞ പ്രജാതിഷ്ഠ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം ഇഷ്ടവോ തിഷ്ടകാമദുഗ് എന്നൊരു ശ്ലോകം ഗീതയിലെ 3-ാം അധ്യായത്തിൽ കാണാം. അവിടെ പറയുന്നത് ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു യജ്ഞഭാവനയിലാണ്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വം, സഹകരണം എന്നൊക്കെയാണ് അർത്ഥം. യജ്ഞം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് നിങ്ങളിലേക്ക് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിവിടെ നിലനിൽക്കണമെങ്കിൽ, നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അത് ചെടികൾ തന്നെ തരണം. വേണ്ടയോ? നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ സൂര്യൻ വേണം. നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ജലം വേണം. പല ഗ്രഹങ്ങളിലും ജലമില്ല, അതുകൊണ്ട് അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ പലതും ഇവിടെ നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ്. ആണോ? അപ്പം നമ്മളും പ്രകൃതിയും ഒരു പാരസ്പരികതയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരാൾക്കും അവനവൻ്റെ സ്വാർത്ഥതയിൽ ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആണോ അല്ലയോ? ഇപ്പം മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കണം. ഇതൊക്കെ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്നുണ്ടല്ലോ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഇന്നിപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുകയാണ്. നമുക്ക് മാങ്ങ ഉണ്ടാവേണ്ട സമയമാണ്. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ മാവ് പൂക്കുന്നതിൻ്റെ തീവ്രത കുറഞ്ഞുപോയി. ഡിസംബർ മാസത്തിൽ മഴ പെയ്യുന്നു, ഉണ്ടോ ഇല്ലയോ? പലതരത്തിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടോ ഇല്ലയോ? ഈ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നതിന് കാരണം എവിടെയോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കണം? അതായത് ഭൂമി ഇപ്പോൾ രസലോകത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ രസലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എടുക്കേണ്ടത്? മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്ത കൊണ്ട്, മനുഷ്യൻ സുഖത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട്, സുഖം വേണം ജീവിതത്തിലെന്ന് അവൻ കൂടുതൽ സ്വാർത്ഥനായി ചിന്തിച്ചപ്പോഴോ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ മനുഷ്യൻ അവൻ്റെ സുഖത്തിന് വേണ്ടി അപഹരിച്ചു കളഞ്ഞു. അപ്പോൾ സുഖം എന്ന രസലോകത്തിലേക്ക് അവൻ ഭൂമിയെ താഴ്ത്തിയപ്പോൾ, ശ്രദ്ധിക്കണം, സുഖമെന്ന രസലോകത്തിലേക്ക് ഭൂമിയെ താഴ്ത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ പറയുന്നത്? അപ്പൊ ഇന്ന് ലോകം ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഭൂമിയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വർക്കാണിത്. കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജിമാർ പ്രത്യേകം ഇരുന്നുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഡീസൽ വെഹിക്കിളും അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ പെട്രോൾ വെഹിക്കിളൊക്കെ ബോംബെ സിറ്റിയിൽ നിന്ന് മാറ്റണം. എങ്ങനെ നമുക്ക് ഇവിടെ പൊല്യൂഷൻ ഇല്ലാത്തൊരു നാടാക്കി മാറ്റാൻ പറ്റുന്ന എളുപ്പമല്ലാതെ. ഇപ്പം നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണ്ടേ? എങ്ങനെ ഭൂമിയെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാം? എന്താണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെയാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമ്പോൾ നാളെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കേണ്ടി വരില്ല. കാരണം ഭൂമിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ആളുകൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുമോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പോൾ നോക്കൂ, 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷി എഴുതി വെച്ചിരിക്കുകയാണ്, അസുരചിന്ത ഭൂമിയെ താഴോട്ട് കൊണ്ടുപോകുന്നു. അപ്പം എന്താ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അസുരചിന്ത, ഒരു അസുരൻ വന്നിട്ട് ഭൂമിയെ താഴോട്ട് രസലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരൻ എന്ന വാക്കിനൊക്കെ നമ്മൾ അർത്ഥമെടുക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ഭഗവത്ഗീതയും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അസുരൻ എന്നാൽ കറുത്ത നിറമുള്ള കൊമ്പൻ മീശയുള്ള കൊടുവാളും കൊണ്ട് നടക്കുന്ന സീരിയൽ കഥാപാത്രങ്ങളല്ല. അതൊക്കെ സീരിയലുകാർ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം അസുരൻ എന്നൊക്കെ പറഞ്ഞാൽ അസുവിൽ രമിക്കുന്നവൻ. അസു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വാർത്ഥ ഭോഗ ചിന്തയിൽ, അവൻ്റെ സ്വാർത്ഥ സുഖങ്ങളിൽ രമിക്കുന്നവൻ. അപ്പം അവനവൻ്റെ സ്വാർത്ഥ സുഖത്തിൽ രമിക്കുന്നവൻ അവനെന്ത് ചെയ്യും? അവൻ്റെ സ്വാർത്ഥ ചിന്ത സമൂഹത്തിൻ്റെ മുഴുവൻ സ്വാർത്ഥ ചിന്തയാകുമ്പോൾ ക്രമേണ ഭൂമിയുടെ സന്തുലിതാവസ്ഥയും താളം തെറ്റിച്ച് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഗൗരവമായിട്ട്. മനുഷ്യനിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? കാലം കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ദീർഘവീക്ഷണങ്ങൾ വേണം. ഇപ്പം നമ്മൾ ഭൂമിയിലേക്ക്, ഇപ്പോൾ ഓരോ വീടുകളിലും
നിങ്ങളൊക്കെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ഹെർബിക് പോലുള്ള സാധനങ്ങൾ ഒഴിക്കും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതെല്ലാം ടോയ്ലറ്റിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിൽ എത്തിക്കഴിഞ്ഞു, അവിടെ വെള്ളം നിറയും. ഇതെല്ലാം ഭൂമിയിലേക്ക് ഒഴുകുമോ ഈ സാധനം, ഈ കെമിക്കൽ? ഒഴുകുമോ ഇല്ലയോ? ഇത് ഇവിടുത്തെ മണ്ണിനെ ക്രമേണ ബാധിക്കുമോ? നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളായാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലായാലും ശരി, ഇതൊക്കെ ഭൂമിയെ ബാധിക്കുമോ? കാലം കൊണ്ട് ഈ ഭൂമിയിലുള്ള പോസിറ്റീവ് ബാക്ടീരിയകൾ, അതായത് കൃഷിയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന കുറേ അണുക്കളുണ്ടാവും, അതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ? എന്താണെന്ന് മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവില്ല, ഇതൊക്കെ നശിക്കും. അപ്പോൾ ഭൂമിക്ക് ക്രമേണ ഉൽപാദന ശക്തി കുറയും. അപ്പോൾ പിന്നെ കൃത്രിമമായ ഉൽപാദനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആണോ? അങ്ങനെ കൃത്രിമ ഉൽപാദനത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആരോഗ്യത്തെ ബാധിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇവിടെ കൊണ്ട് തള്ളുന്ന ഈ സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാനാണോ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടത്? ഇത് കുട്ടികൾക്ക് അതിൻ്റെ ദീർഘവീക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ലേ? നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ടോ ഈ കെമിക്കലുകളൊന്നും അവിടെ നിൽക്കുകയില്ലെന്നും ഇത് മണ്ണിലേക്ക് എത്തുമെന്നും ഒരുപക്ഷെ കുടിവെള്ളത്തിലേക്ക് എത്തുമെന്നും അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ക്രമേണ അവർക്ക് പറയൂ ബാധിക്കുമെന്നും, അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നാളെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ വന്നാൽ നോട്ടുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യന് ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ, ശുദ്ധവെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ എന്ത് ജീവിതം? കഴിഞ്ഞില്ലേ മനുഷ്യൻ്റെ ജീവിതം? മനസ്സിലായോ? അപ്പൊ പുരോഗതി എവിടെയാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്? അധോഗതിയിലേക്കാണ്. അപ്പൊ പുരോഗതി വേണം, പക്ഷെ അത് നാശം വിതച്ചുകൊണ്ടുള്ള പുരോഗതി ആവരുത്. പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയോ? നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല. അപ്പോൾ ഇവിടെ പന്നിയെ കൊണ്ട് ഭഗവാൻ വരാഹമായി വന്ന് ഭൂമിയെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പങ്ക് ചെയ്യാനുണ്ട്. ഇവിടെ നോക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ലീലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണനാണ്. ആണോ അല്ലയോ? ഇന്ന് ലോകം തന്നെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പശുക്കളിലൂടെയുള്ളൊരു കൃഷി രീതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇത്ര ഭൂമിക്ക് അപകടം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, പശുവിൻ്റെ ചാണകവും മൂത്രവും വെച്ചുകൊണ്ട് കൃഷി ചെയ്യുമ്പോൾ അതിന് വലിയ പേരിട്ടിരിക്കുകയാണ് ഓർഗാനിക് കൃഷി രീതി. കേട്ടില്ലേ നിങ്ങൾ? അതൊരു വലിയ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ പശുവും അതുപോലെ ഈ ചാണകവും ഗോമൂത്രവും ഒക്കെ വെച്ച് തന്നെയായിരുന്നു കൃഷി. ആണോ? അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോഴുണ്ടല്ലോ ഏത് കഥ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കാട്ടിൽ ധാരാളം തത്തകളുണ്ടായിരുന്നു. ധാരാളം തത്തകൾ. അപ്പം ഈ തത്തകളെ വേടന്മാർ വന്ന് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തത്തകളിൽ ഒരു തത്ത, അതെനിക്ക് തോന്നുന്നു സാക്ഷര തത്തയായിരുന്നു. ഈ പ്രായമുള്ളവർക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ, അതേപോലെ ഈ തത്തയ്ക്ക് ഇവിടുന്ന് ക്ലാസ് കിട്ടി. അപ്പോൾ തത്തയ്ക്ക് ഇത്തിരി സാക്ഷരതയൊക്കെ വന്നപ്പോൾ തത്ത വിചാരിച്ചു ഈ കൂടെയുള്ള തത്തകളേക്കുന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ഇവർക്കൊക്കെ ഒരു അവബോധം വരുത്തിയാൽ വേടന്മാർക്ക് വന്ന് ഇവരെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ക്ലാസ് തുടങ്ങി. സാക്ഷരതാ ക്ലാസ് നോക്കി കേട്ടില്ലേ നിങ്ങൾ? അതേപോലെ ക്ലാസ് ആര് തുടങ്ങി? മുത്തശ്ശി തുടങ്ങി. എല്ലാ തത്തകളെയും മുന്നിൽ പിടിച്ചിരുത്തി തത്ത പറയുകയാണ്, ഏറ്റു ചൊല്ലണം നിങ്ങളല്ല തത്തക്കുട്ടികളോട്, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലണം. തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. നന്നായില്ലേ ക്ലാസ്? എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങളെപ്പോലെ ആയിരുന്നില്ല അവർ പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്തു. പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ഡേ ഈ മുത്തശ്ശി വന്ന് ഇരിക്കേണ്ട താമസം ആ തത്തകളെ ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അവരെല്ലാവരും പറയാൻ തുടങ്ങി, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമായി. കാരണം ഈ തത്തകൾക്കൊക്കെ വലിയ ബോധം വന്നു. ഇനി ഇവരെ ഒന്നും ചൂഷണം ചെയ്യാൻ ഒരു വേടനും സാധിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് മുത്തശ്ശിക്ക്. അങ്ങനെ ഒരു വേടൻ വന്നു, വേടൻ വല വിരിച്ചു, ധാന്യങ്ങളിടുമ്പോൾ ഈ തത്തകളൊക്കെ വൃക്ഷക്കൊമ്പുകളിലിരുന്ന് ഒന്നിച്ച് പാടാണ്, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കുണ്ടായൊരു പരമാനന്ദം. കാരണം ഈ തത്തകളിലൊക്കെ സ്വയം രക്ഷിക്കാനുള്ള ഒരു ബോധം ഉണ്ടായി, അറിവുണ്ടായല്ലോ.
മുത്തശ്ശി തൊഴുതിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് നിലനിർത്തണം, ഇതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നാൽ വേടൻ എനിക്ക് തോന്നണോ മിക്കവാറും പെരുമ്പാവൂരുകാരനായിരുന്നു എന്ന് എനിക്കറിയില്ല. ഈ വേടൻ്റെ ഉള്ളിലൊരു ചിന്ത, ഈ തത്തകളൊക്കെ പാടുന്നത് തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങൾ ഇടുന്ന എന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. ഇവൻ എന്ത് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് ആ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ അതിലൊരു തത്ത ചോദിക്കേണ്ടതാ, ഇതുപോലെ കുഞ്ഞു തത്തകൾ, അല്ല മുത്തശ്ശി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഫ്രൂട്ട്സ് ഇടുന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. മുത്തശ്ശി എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഇവിടെ ഇട്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് അല്ലേ, അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആർത്തി പൂണ്ട് ആ കൊച്ചു തത്ത ആ ഫ്രൂട്ട്സ് കൊത്തി തിന്നാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ആർത്തി മുഖത്തുള്ള ആ തീറ്റ കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണ്ടല്ലോ. അത് ഈ സപ്താഹത്തിൻ്റെ ഉച്ചയ്ക്കത്തെ സമയം പോലെയാണത്. ഒരു തത്ത പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ തത്തകളും പുറകിൽ പോയിക്കൊള്ളും. അങ്ങനെ എല്ലാ തത്തകളും അതാ പറക്കുന്നു, നേരെ വലിയ ചെന്നിരിക്കണോ. ഈ മുത്തശ്ശി തത്ത ഉറക്കെ പറയണ്ട്, അരുത്, പോവരുത്, പോവരുത്. എന്ത് പോവരുത്? അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പറയാണ്, ഇത് ഫ്രൂട്ട്സ് ആണ്, ഏതല്ല ധാന്യമല്ല. മുത്തശ്ശി തെറ്റുപറ്റി, ഇത് ഫ്രൂട്ട്സ് ആണ്, ധാന്യമല്ല. മുത്തശ്ശി എന്താ പഠിപ്പിച്ചത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ. അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ആ വേടൻ പലവലിച്ചു, എല്ലാം കുരുങ്ങി. എല്ലാ തത്തകളെയും കൊണ്ട് ആ വേടൻ പോകുമ്പോൾ മുത്തശ്ശി പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ഈ വലയിലിരുന്നു കൊണ്ട് ആ തത്തകൾ പാടുകയാണ്, മുത്തശ്ശി കരയണ്ട, ഞങ്ങൾ മറന്നിട്ടില്ല. തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. എവിടുന്നാ പാടുന്നത്? എവിടെ ഇരുന്നാ പാടുന്നത്? വലയിലിരുന്ന്. ഞാൻ എന്തിനായി കഥ പറഞ്ഞത്? ഇതുപോലെ ആവരുത് മനുഷ്യൻ. മനസ്സിലായില്ലേ? നമ്മൾ കുട്ടികളിൽ അവബോധമുണ്ടാക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ കുട്ടികളിൽ ചിന്ത ഉണ്ടാക്കണം. കഷ്ടകാലത്തിന് നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായത്. കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് ഇല്ലാതെ പോയി. താൻ ഇരിക്കുന്ന എന്താണ് കൊമ്പ് മറിഞ്ഞു വീഴുന്നതാണ്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വിഷമാവസ്ഥയിലൂടെയാണ്. ഇതിനെ ഉയർത്തി കൊണ്ടുവരാൻ എന്താണ് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതി എന്ന് ചിന്തിക്കുമ്പോൾ, കൂട്ടായ ചിന്തയിലൂടെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അത് തന്നെയല്ലേ ഭൂമിയെ ഉയർത്തൽ? പറയൂ നിങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഗൗരവമായ ചിന്ത മനുഷ്യർക്ക് വേണോ? വേണ്ടയോ? 5000 വർഷം മുമ്പ് ഇങ്ങനൊരു കഥ എഴുതി വെച്ച വ്യാസഭഗവാനെ നമ്മൾ നമിക്കണ്ടേ? ഭൂമി താഴ്ന്നു പോവാൻ സാധ്യതയുണ്ട്. ഭൂമി താഴ്ന്നു പോവുക എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ അതിൻ്റെ ഭ്രമണചക്രത്തിൽ നിന്നല്ല, ഭൂമിയുടെ ക്വാളിറ്റി, ഭൂമിയിലെ ജീവിത നിലവാരം, അത് ക്രമേണ ഭൂമിയുടെ പ്രകൃതിയുടെ വൈഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം കാർഷികതയെല്ലാം, ഇവിടുത്തെ വെള്ളമെല്ലാം ക്രമേണ പൊല്യൂട്ടഡായി അത് ക്രമേണ പോവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ രസലോകത്തിലേക്ക് ഇതിനെ തള്ളുമ്പോൾ ഈ ഭൂമി താഴോട്ട് പോകുമ്പോൾ അത് ഭൂമിയുടെ മരണമായി. കവികൾ എഴുതി വെച്ചിട്ടില്ലേ ഭൂമിക്കൊരു ചരമഗീതം? ഉണ്ടോ ഇല്ലയോ? പാവം സുഗതകുമാരി അമ്മ ഒരു ചെടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ചെടി നടാം എന്ന് പാടിയിട്ടുണ്ടോ? ഇവരൊക്കെ എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. ആണോ? പറയൂ നിങ്ങൾ. ഇത് തന്നെയല്ലേ നമുക്ക് യജ്ഞവരാഹ കഥയിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി നിലനിൽക്കണം. പ്രകൃതി ഇല്ലെങ്കിൽ നാം ഇവിടെ നിലനിൽക്കാൻ മോഹിച്ചിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നേടുമ്പോൾ ഇരിക്കുന്ന ഭൂമി അപകടത്തിലാണ്, വിഷത്തിലാണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ കേട്ട് കാണും, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദുരന്തം കാസർഗോഡ് വാരി വിതറിയപ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞും വക്രിച്ച ശരീരത്തോടു കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളായപ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലായത്. എത്രയോ കാലം എൻഡോസൾഫാൻ അടിച്ചടിച്ച് പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിച്ചു. ഇതുപോലെ നിങ്ങൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ അവസ്ഥ കേട്ട് കാണും. ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ജനിക്കുന്ന കുട്ടികളിൽ ചില വൈകല്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-50 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളിൽ അങ്ങനെ ഒരു വൈകല്യം വരുമ്പോഴായിരിക്കും ഈ കഥകളുടെയൊക്കെ പ്രസക്തി മനുഷ്യൻ അവർക്ക് പറയൂ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ചിന്തിക്കാനുള്ളൊരു തിരിച്ചറിവായി ഈ കഥകൾ ഉപയോഗിച്ചുകൂടെ?
വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണിച്ചെന്ന വ്യാസഭഗവാൻ. അതുകൊണ്ടാണ് വ്യാസഭഗവാനെ സ്തുതിക്കുന്നത്. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര ഏനത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഗീതയിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി കൃഷ്ണനിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. നിങ്ങൾക്ക് ഇവിടെ ശ്രേയസ് വേണോ, നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് വേണോ, ദേവാൻ ഭാവയത. പ്രകൃതി ദേവന്മാരെ, പ്രകൃതി ശക്തികളെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണട്ടോ. ഈ പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണവും പ്രകൃതി ഇല്ലാതാക്കും. കാരണം പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഭൂമി നിലനിന്നാലേ ഈ ശരീരത്തിനും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള ഭൂമി നിലനിൽക്കണം? ആരോഗ്യമുള്ള ഭൂമിയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമില്ലാത്ത ഭൂമിയാണെങ്കിൽ രോഗമുള്ള ശരീരം. ഏത് വേണം? ഇന്ന് നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈറസുകൾ മനുഷ്യനെ കൊല്ലുന്ന കാലമാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് കോവിഡ് നമ്മളെ നശിപ്പിച്ചത്? അതെന്ന് മനസ്സിലാക്കണം. ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള അവർക്ക് പറയൂ നിങ്ങൾ ശക്തി നഷ്ടപ്പെട്ടു. എങ്ങനെ ഈ ശക്തി നഷ്ടപ്പെട്ടത്? ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഗൗരവമായി ചിന്തിക്കണ്ടേ? വേണോ വേണ്ടയോ? ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾ അത്ര ഗൗരവത്തിൽ എടുക്കില്ല. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഭാഗവതമായി നിങ്ങൾ ഭാഗവത്തെ കണ്ടിട്ടില്ല. നിങ്ങളിതിനെ വെറും കഥയായിട്ട് കാണുകയാണ്. പക്ഷെ കഥ കഴിയുന്ന നമുക്ക്, അല്ലെങ്കിൽ കഥ തീർന്നു പോകുന്ന നമുക്ക് വെറും കഥ കേട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇതിനെ കഥയുള്ളതാക്കി തീർക്കണം. വേണോ വേണ്ടയോ? ഞാൻ പറയുന്നത് അർത്ഥവത്താണോ, വേണ്ടതാണോ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണോ? പറയൂ നിങ്ങൾ. ഇതൊക്കെ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചിട്ട് അവർ പേറ്റന്റ് എടുത്ത് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ ഇത്തരം കഥകൾ ഉപയോഗിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടവരായി മാറണ്ടേ? വേണോ വേണ്ടയോ? പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് നിരോധനം. എന്നിട്ട് നോക്കുക എന്തൊരു ക്രൂരതയായി ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക് കവറിലാണ് തരുന്നത്, ഇല്ലേ? അത് കൊണ്ടുപോകാൻ മാത്രം പ്ലാസ്റ്റിക് കവർ നിരോധിക്കണമെന്ന്. എടോ പൊട്ട, നീ തരുന്ന പഞ്ചസാരയൊക്കെ പ്ലാസ്റ്റിക്കിലല്ലേ? അതൊക്കെ നിനക്ക് പ്ലാസ്റ്റിക് തരാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഒരു കവർ മാത്രം പ്ലാസ്റ്റിക് അല്ലില്ല, കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക്കിലല്ലേ? അതങ്ങനെയാണെന്ന് കാണുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ അഭ്യാസങ്ങൾ ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പോൾ പ്ലാസ്റ്റിക്കിനെയൊക്കെ നിരോധിച്ചു എന്ന് പറയുമ്പോഴും പ്ലാസ്റ്റിക്കിനെ നിരോധിക്കാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ ഗവേഷണം ചെയ്യേണ്ടവരാണ്. ഓരോ സ്കൂളുകളും ഗവേഷണം ചെയ്യേണ്ടതാണ്. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളത്? വേണ്ടയല്ലേ? വേണ്ടതാണോ അല്ലയോ?